അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാക്കപ്പെട്ട ഈ റബീഉൽ അവ്വലിൽ അബുദാബി സുന്നി സെൻ്റർ എന്ന മഹത്തായ സംഘടന ആരംഭിച്ചിട്ടുള്ള സീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ശീർഷകത്തിലുള്ള ഓൺലൈൻ കോഴ്സിൻ്റെ 27ാമത് എപ്പിസോഡിലാണ് നമ്മളുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തുടക്കം കുറിക്കുന്നു. വമുന്ദു അൽസംതു അഫ്കാരി മദാഇഹഹു വജദ്തുഹു ലിഖലാസി ഖൈറ മുൽതസിമി വലൻ യഫൂതൽ ഗിനാ മിൻഹു യദൻ തരിബത് ഇന്നൽ ഹയാ യുംബിതുൽ അസ്ഹാറ ഫിൽ അകമീം വലം ഉരിദ് സഹറത ദുനിയ അല്ലതി ഖതതഫത് യദാ സുഹൈരിൻ ബിമാ അസ്നാ അലാ ഹരിമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു നേരിട്ട് വിളിക്കുകയാണ്. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രതീക്ഷകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് അവിടുന്ന് പങ്കുവെക്കുകയാണ്. എൻ്റെ ചിന്തകളെ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങൾക്കായി ഞാൻ എന്ന് ഒഴിച്ചിട്ടുവോ തളച്ചിട്ടുവോ അന്ന് മുതൽക്ക് എൻ്റെ അനുഭവം അവിടുന്ന് എൻ്റെ മുഖുതിക്കായി നിർബന്ധം പിടിക്കുന്നവരിൽ മുന്നിലായതാണ്. വമുന്ദു അൽസംതു അഫ്കാരി മദാഇഹഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിന് വേണ്ടി ഒരുപാട് വരികൾ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു മുമ്പ് വിവരിക്കുകയുണ്ടായി. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇനി കവിയുടെ അനുഭവം പറയുകയാകുന്നു. മൊത്തത്തിൽ പറഞ്ഞ മദ്ഹുകൾക്കപ്പുറം എൻ്റെ ജീവിതമാകുന്നു എൻ്റെ സാക്ഷ്യം. അത് സാക്ഷ്യപ്പെടുത്തി ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയാൻ, എൻ്റെ ചിന്തകളെ, എൻ്റെ ജോലി എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിപ്പാടുക എന്ന ഈ ജോലി ഞാൻ ഏറ്റെടുത്തത് മുതൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോചന ഉത്തരവാദിത്വം കൃത്യമായി ഏറ്റെടുക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാകുന്നു ഞാൻ കണ്ടത് എന്ന് കവി വളരെ പ്രതീക്ഷപൂർവം മറ്റുള്ള ആളുകളോട് പങ്കുവെക്കുകയാകുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരെങ്കിലും മുറുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിരാശപ്പെടേണ്ടി വരില്ല എന്നതിന് ഒന്നാമത്തെ തെളിവായി അദ്ദേഹം മുമ്പിൽ വെക്കുന്നത് തന്നെ സ്വന്തം ശരീരമാകുന്നു. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാകുന്നു ഞാനിത് പറയുന്നത്. പൂർണ്ണമായിട്ടും മറ്റാർക്കും സുഖപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ ഞാൻ ഒരു നാൾ കുഴഞ്ഞു വീണു. എൻ്റെ ശരീരമാസകലം കുഴഞ്ഞു. ഒരുപാട് വൈദ്യന്മാർ, ഡോക്ടർമാർ എന്നെ ചികിത്സിച്ചു. പക്ഷെ അവരെല്ലാവരും വിധിയെഴുതി ഇനി ഒരിക്കലും എഴുന്നേൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രശംസിക്കുന്ന പദ്യസമാഹാരം തയ്യാറാക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളിലൂടെ ഞാൻ വരികൾ തുടങ്ങി. എൻ്റെ ജോലി തന്നെ അതാണല്ലോ. ഇതുവരെ എൻ്റെ ജീവിതം കൊഴിഞ്ഞു പോയതും
കാവ്യങ്ങളിലായിരുന്നല്ലോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കാനുള്ള അവസരം മുമ്പ് എനിക്ക് ഇല്ലാതെ പോയല്ലോ. എന്നാൽ ഇനി ഞാൻ അതിന് തുടക്കം കുറിക്കുകയാകുന്നു. എൻ്റെ സാഹിത്യം, എൻ്റെ കവിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിക്കാൻ ഞാൻ ഉപയോഗിച്ചു. ഇനിയുള്ള എൻ്റെ നാളുകൾ അതിനു വേണ്ടിയായിരുന്നു പിന്നീടുള്ള എൻ്റെ ശ്രമം. അങ്ങനെ ഞാൻ രചന തുടങ്ങി. ശ്രമം മുന്നോട്ട് പോയി. പ്രതീക്ഷയോടെയാകുന്നു ഞാൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ കൈവടിയുകയില്ല എന്നതായിരുന്നു എൻ്റെ പ്രതീക്ഷ. അതെ, അങ്ങനെ തന്നെ സഞ്ചരിച്ചു, അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. ഒരു രാത്രി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ ഉറങ്ങിക്കിടക്കെ പ്രത്യക്ഷരായി. എൻ്റെ ശരീരത്തിൽ ഷറഫാക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരം പതിഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തൃക്കൈകളെ കൊണ്ട് എന്നെ ഒന്ന് തടവി. ഞാൻ എണീറ്റു ഉറക്കിൽ നിന്ന്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിവർന്നു നിൽക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇത് ചെറിയ ഒരു കാര്യമല്ല. എനിക്ക് പിന്നീട് ഒരു അസുഖവുമില്ല. ആ രൂപത്തിൽ എനിക്ക് എൻ്റെ പൂർണ്ണമായിട്ടുള്ള അസുഖം മാറി എന്ന് പറയാണ് ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു ഈ വരിയിലൂടെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചിന്തയെ ആരെങ്കിലും വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവലംബിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് പരിഹാരമാകുന്നു. ഇതാണ് ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു സ്വന്തം അനുഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഈ വരിയിലൂടെ. വമുന്ദു അൽസംതു അഫ്കാരി മദാഇഹഹു വജത്തുഹു ലിഖലാസി ഗൈറ മുൽതസിമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുണഗണങ്ങൾ പറയുക, അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇതെല്ലാം വിശ്വാസികളുടെ മുഅ്മിനുകളുടെ കർത്തവ്യങ്ങളിൽപ്പെട്ടവയാകുന്നു. ഇവ നിർവഹിക്കുന്നത് വഴി ഐഹികവും പാരിത്രികവുമായിരിക്കുന്ന ഒത്തിരി നേട്ടങ്ങൾ തങ്ങൾക്ക് ലഭിക്കും എന്നു തന്നെയാണ് വിശ്വാസികളുടെ പ്രതീക്ഷ. മഹാന്മാരായിരിക്കുന്ന പ്രവാചക പ്രഭു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് മുതൽ ഇന്ന് വരെയുള്ള വിശ്വാസികളിൽ ഇവ നമുക്ക് അനുഭവപ്പെട്ടതാകുന്നു എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാവ്യങ്ങൾ ഒരുപാട് ആളുകൾ രചിച്ചിട്ടുണ്ട്. ആ കവിതയുടെ രചനയിലും ആലാപനത്തിലും ഏർപ്പെടുന്നവരുടെയും പ്രതീക്ഷ അത് തന്നെയാകുന്നു. അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. ഈ ഒരു വലിയ ഒരു അനുഭവം എനിക്കുമുണ്ടായി എന്ന് പറയുകയാണ് ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശിഷ്ടകാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളിലായിട്ട് അവിടുത്തെ ജീവിതകാലം മുഴുവനും ശേഷമുള്ളത് അദ്ദേഹത്തിന് തളച്ചിടാൻ സാധിച്ചു. എന്നാൽ മുമ്പ് ജീവിച്ചു പോയ ഒരുപാട് ഇന്നലകൾ ഞാനതൊക്കെ പാഴാക്കിപ്പോയല്ലോ എന്ന ഒരു വിരഹദുഃഖം മഹാനായ ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹുവിനെ പിന്തുടർന്നുണ്ടായിരുന്നു. ഏതായാലും ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ ബുർദ നൂറ്റാണ്ടുകൾക്ക് ശേഷവും എല്ലാ രാജ്യങ്ങളിലും ഇത് ആലപിക്കപ്പെടുന്നു, ഇത് അവതരിപ്പിക്കപ്പെടുന്നു എന്നത് തന്നെ അദ്ദേഹത്തിന് ലഭിച്ച വലിയ ഒരു അനുഗ്രഹമാകുന്നു. ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ പ്രതീക്ഷ അതൊക്കെ തന്നെയാകുന്നു. ഇതുകളിലൂടെ, ഈ വരികളിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് ജീവിക്കണം. അത് എൻ്റെ പ്രതീക്ഷയാകുന്നു, ഇരുലോകത്തേക്കുമുള്ള പ്രതീക്ഷ, പ്രത്യേകിച്ച് നാളെ പരലോകത്തും. അതുകൊണ്ട് എനിക്ക് വളരെ അനുഗ്രഹങ്ങൾ റബ്ബിൽ നിന്ന് ലഭിക്കും എന്ന ഒരു വലിയ പ്രതീക്ഷയാണ് ഇമാം ബൂസിരി റളിയല്ലാഹു തആല അൻഹു വെച്ച് പുലർത്തുന്നത്. ദുനിയവിയും ഉഖ്റവിയുമായിരിക്കുന്ന നേട്ടങ്ങളാണ് ഇതുകൊണ്ട്
കൈവരുന്നത് അല്ലെങ്കിൽ എനിക്ക് കൈവന്നത് എന്ന് പറയാണ് ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു. മരണപ്പെട്ട മഹാത്മാക്കൾക്ക് അള്ളാഹുവിൻ്റെ അനുമതിയോടെ ജീവിച്ചിരിക്കുന്നവരെ രക്ഷിക്കാനാകുമെന്നതിന് ഒരുപാട് തെളിവുകൾ മുമ്പേ നമ്മൾ കണ്ടതാണ്. ബുർദ രചിച്ച ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹുവും ഇത് തന്നെയാകുന്നു നമ്മളോട് പഠിപ്പിക്കുന്നത്. അവ എൻ്റെ അനുഭവം തന്നെ സാക്ഷിയാകുന്നു എന്ന് പറഞ്ഞാണ് ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു ഈ വരി അവസാനിപ്പിക്കുന്നത്. വലൻ യഫൂതൽ ഗിനാ മിൻഹു യദൻ തരിബത് ഇന്നൽ ഹയാ യുംബിതുൽ അസ്ഹാറ ഫിൽ അകമീം. ദുർബല ഹസ്തങ്ങളിലും അവിടുത്തെ ഔദാര്യം എത്തിച്ചേരാതിരിക്കുകയില്ല. കുന്നിൻ മുകളിലും അല്ലെങ്കിൽ കുന്നിൻ പ്രദേശങ്ങളിലും പൂച്ചെടികളെ മുളിപ്പിക്കാറുണ്ട് മഴ എന്ന് ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈനീട്ടം അന്യമായില്ല. കാരണം ഞാൻ ഒരുപാട് പാവങ്ങളിലൂടെ കടന്നുപോയ ആളാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ കൈവെടിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ ആ സ്പർശം, തിരുസ്പർശം എനിക്ക് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ വലിയ പ്രതീക്ഷകളിലാകുന്നു. ഏതുപോലെ മഴകൾ ലഭിക്കാത്ത അല്ലെങ്കിൽ മഴ ലഭിച്ചിട്ടും അത് പിടിച്ചു വെക്കാൻ കഴിയാത്ത കുന്നിൻ മുകളിൽ അവിടെയും സസ്യങ്ങൾ മുളപ്പിക്കാറുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാപമംഗിലമായിരിക്കുന്ന ജീവിതം നയിച്ച എന്നെയും കൈവിട്ടില്ല എന്ന് ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു പറയാൻ. സുഗർദങ്ങൾ ചെയ്യാത്ത കരങ്ങളാണ് എനിക്കുണ്ടായിരുന്നത്. സ്വാലിഹായ അമലുകളുടെ നിക്ഷേപം കരങ്ങളിൽ ഉണ്ടായിരുന്നില്ല. വട്ടപൂജ്യമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ കരങ്ങളെ സ്വീകരിക്കാനും പിടിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തയ്യാറായി. അതുകൊണ്ട് സുഹൃതമില്ലാത്ത ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സഹായിക്കുക തന്നെ ചെയ്യും. കാരണം ഒരു നിലക്കും സഹായിക്കില്ല എന്നുള്ള ഒരു മനസ്സ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇല്ല എന്ന്. അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്, പൊതുവെ വെള്ളം സ്റ്റോക്ക് ചെയ്യാൻ കഴിയാത്ത ഉയരങ്ങളിലുള്ള പ്രദേശം, മലമ്പ്രദേശം, അവിടെയൊക്കെ മഴകൾ വർഷിക്കുന്നുണ്ട്. പക്ഷെ മഴ പിടിച്ചു വെക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സസ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും മഴ പെയ്തു, മഴ ഇറങ്ങി, കുന്നിൻ മുകളിലും സസ്യങ്ങൾക്ക് ജീവിക്കാൻ പാതയൊരുക്കി കൊടുക്കുന്നു. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സുഹൃതങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ഒരിക്കലും അവിടുന്ന് ആട്ടിപ്പറഞ്ഞയക്കുകയില്ല. അതവിടത്തേക്ക് പരിചയമില്ല എന്നാണ്. സുഹൃതങ്ങളില്ലാത്തതിൻ്റെ പേരിൽ വരണ്ടുണങ്ങിക്കിടക്കുന്ന ഒരുപാട് പാപികൾക്ക് പച്ചവെക്കാൻ അവസരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകും. അല്ലെങ്കിൽ അത് എനിക്ക് നൽകി, ഞാൻ അതിന് അനുഭവസ്ഥനാകുന്നു. ഇതാണ് സ്വന്തം അനുഭവത്തിലൂടെ ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. എന്നാലും എൻ്റെ അനുഭവം എന്നുള്ളത് ഒരു ദുനിയവിയായിരിക്കുന്ന പ്രതീക്ഷ മാത്രമല്ല, എൻ്റെ അനുഭവം ആഖിറമാകുന്നു എന്ന് പറയാണ് ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു അടുത്ത വരിയിലൂടെ. വലം ഉരിദ് സഹറത ദുനിയല്ലതി ഖതതഫാത് യദാ സുഹൈരിൻ ബിമാ അസ്നാ അലാ ഹരിമീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയാണ് ഇമാം ബുസിരി റളിയല്ലാഹു അൻഹു. ഹരിമിനെ വാഴ്ത്തിപ്പാടിയ സുഹൈർ എന്ന് പറയുന്ന കവി പറിച്ചെടുത്തതുപോലെയുള്ള ഇഹലോകത്തിൻ്റെ പുഷ്പമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയാണ് ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു. വലം ഉരിദ് സഹറത്ത ദുനിയാവിൻ്റെ ഒരു പുഷ്പമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലത്തി എങ്ങനത്തെ പുഷ്പമാണ്? ഇഖ്തതഫത്ത് യദാ സുഹൈരിൻ. സുഹൈർ അറേബ്യയിലെ അറിയപ്പെട്ട ഒരു പൗരാണിക കവിയാണ് സുഹൈർ. അദ്ദേഹത്തിൻ്റെ 2 മക്കളും
വളരെ പ്രധാനപ്പെട്ട കവികളായിരുന്നു. നമ്മൾ കേട്ടിട്ടില്ല കഅബ് ബിൻ സുഹൈർ, ബുജൈർ ബിൻ സുഹൈർ. രണ്ടുപേരും പിതാവിനെ പോലെ വലിയ അളവിൽ കവിതകൾ ആലപിച്ചിരുന്ന എണ്ണം പറയപ്പെട്ട കവികളിൽപ്പെട്ട ആളുകളാണ് അവരെല്ലാവരും. കഅബ് റളിയല്ലാഹു തആല അൻഹു പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടി മൗലിദോതി പ്രവാചകരുടെ തൃക്കൈകളെ കൊണ്ട് സമ്മാനം നേടിയ കവിയാണ് ഈ സുഹൈറിൻ്റെ മകൻ കഅബ് ബിൻ സുഹൈർ. അതുതന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മാനിച്ചത് അവിടുത്തെ പൂമേനിയിൽ ഇട്ടിട്ടുള്ള ഷാളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടിയ, അവിടുന്ന് പാടിയ ബാനത്ത് സുആദ ഇന്നും അറബി സാഹിത്യത്തിന് വലിയ മുതൽക്കൂട്ടായി അറിയപ്പെടുന്ന ഒന്നാകുന്നു ഈ കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മദ്ഹ് സമാഹാരം എന്ന് പറയുന്നത്. എന്നാൽ അവരുടെ പിതാവ് സുഹൈർ, അദ്ദേഹം വലിയ കവിയായിരുന്നു. അദ്ദേഹം ഹരിമിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു രചിച്ച് പാടിയത് എന്തിനു വേണ്ടി എന്ന് പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ഞാൻ ആഖിറമാകുന്നു എൻ്റെ നേട്ടം, ദുനിയാവല്ല എന്ന് പറയാണ് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു ഈ വരിയിലൂടെ. ഇതുപോലെ പണ്ട് സുഹൈർ എന്ന പ്രസിദ്ധനായിരിക്കുന്ന കവി, അദ്ദേഹം കൊട്ടാര കവിയായിരുന്നു. തൻ്റെ മേലാധികാരി ഹരിം ഇബ്നു ഹയ്യാനെ പ്രശംസിക്കുന്നതിലൂടെ ഒപ്പിച്ചെടുത്ത ഭൗതിക പൂക്കളല്ല എൻ്റെ നേട്ടം. പണ്ട് കാലങ്ങളിൽ അങ്ങനെയായിരുന്നു കവികളൊക്കെ. അഥവാ അവരുടെ കവിതകളും മറ്റും അവർ ഉപയോഗിക്കുന്നത് അന്നാട്ടിലെ കൊട്ടാരത്തിലെ രാജാക്കന്മാർക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെ അവരുടെ രാജസേവകരായി രാജാക്കന്മാരെ പുകഴ്ത്തിപ്പാടി വലിയ വലിയ സമ്മാനങ്ങളൊക്കെ അവർ കരസ്ഥമാക്കുന്ന കവികളായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അതേപോലെ ഹരിമിന് വേണ്ടി, ഹരിം ഇബ്നു ഹയ്യാൻ എന്ന് പറയുന്ന മേലാധികാരിക്ക് വേണ്ടി കവിതകൾ രചിച്ചു. അങ്ങനെ ആ കവിതകളിലൂടെ ഒരുപാട് സമ്മാനങ്ങൾ നേടി അദ്ദേഹത്തിൻ്റെ ജീവിതം മെച്ചപ്പെടുത്തിയ സുഹൈർ ഒപ്പിച്ചെടുത്ത ഒരു നേട്ടം, അല്ലെങ്കിൽ സുഹൈർ ഒപ്പിച്ചെടുത്ത ഒരു പൂക്കൾ, ഇതല്ല ഞാൻ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ കവിത കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആഖിറമാകുന്നു. ഇതാണ് ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. വലം ഉരിദ് സഹ്റത ദുനിയല്ലതി ഖതഫത് യദാ സുഹൈരിൻ ബിമാ അസ്ന അലാ ഹരിമീ. സുഹൈർ എന്ന ആൾ ജാഹിലിയ കാലത്തിൽ ഹരിം എന്ന വ്യക്തിക്ക് വേണ്ടി അദ്ദേഹം കൊട്ടാര കവിയായിരുന്നു സുഹൈർ. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രശംസ പാടി നടക്കുമ്പോഴും അദ്ദേഹത്തിന് വലിയ വലിയ ഓഫറുകളും സമ്മാനങ്ങളും ഒക്കെ ലഭിച്ചിരുന്നു. ആ രൂപത്തിലുള്ള ഒരു ദുനിയവിയായിരിക്കുന്ന സമ്മാനം എൻ്റെ പ്രതീക്ഷയല്ല എന്ന് പറയാൻ കാരണം അന്നത്തെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയായിരുന്നു എന്നർത്ഥം. ഇന്നും നമ്മളത് ചിന്തിക്കേണ്ടതായിരുന്നു, ചിന്തിക്കേണ്ടതാകുന്നു. എഴുത്തുകാരും അതുപോലെ തന്നെ ഗായകന്മാരും ഒക്കെ ചിന്തിക്കേണ്ടതും ദുനിയവിയായിരിക്കുന്ന ഒരാവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നേട്ടങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ പ്രതിഫലത്തിന് വേണ്ടി ഒക്കെ തൻ്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്താതെ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദ്ഹ് പാടാനും പറയാനും തൻ്റെ ഇതുപോലുള്ളതായിരിക്കുന്ന കഴിവുകൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് കവി പറയാതെ നമ്മളോട് പറയുന്നത്. എൻ്റെ പ്രതീക്ഷ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാളെ എൻ്റെ കൈ പിടിക്കും എന്നതാകുന്നു. അതിനു വേണ്ടിയാണ് ഈ മദ്ഹ് കീർത്തനങ്ങളൊക്കെ ഞാൻ പാടിപ്പറഞ്ഞത് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഇമാം ബുസിരി റളിയല്ലാഹു തആല അൻഹു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കാതെ പോയാൽ അത് പരലോകത്തെ സംബന്ധിച്ചിടത്തോളം കാലിടറിയത് തന്നെ. ഇതിനെക്കുറിച്ചായിരിക്കും ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെയും രക്ഷപ്പെടുത്തേണ്ട ബാധ്യതയില്ലല്ലോ. പക്ഷേ അവിടുന്ന് രക്ഷപ്പെടുത്തുന്നത് അവിടുത്തെ ഔദാര്യം മാത്രമാകുന്നു. ആ ഔദാര്യം ഇല്ലാതെ പോയാൽ വലിയ നഷ്ടകാരികളിൽ പെട്ടുപോകും. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു തൻ്റെ അടുത്ത വരിയിൽ തങ്ങളുടെ ഔദാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹശാഹു അയ്യുഹിരിമ റാജീമ കാരിമഹു ഔ യർജി അൽ ജാറു മിൻഹു ഗൈറ മുഹ്തറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദാരതയെക്കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം. ഒരു സഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, 2 കുന്നുകൾക്കിടയിലൂടെ മേഞ്ഞു നടക്കുന്ന ആ ആട്ടിൻകൂട്ടത്തെ മൊത്തമായിട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അത് മൊത്തമായിട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആട്ടിൻകൂട്ടമായിരുന്നു അത് എന്ന് മാത്രമല്ല, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, നാളെ എന്ത് സംഭവിക്കും, അതല്ലെങ്കിൽ നാളെ കുടുംബത്തിന് എന്തുണ്ട്, അല്ലെങ്കിൽ നാളെ എങ്ങനെ ഭക്ഷണം കഴിക്കും, ഈ ചിന്തകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് ഉള്ളത് ഇന്ന് തന്നെ ദാനം ചെയ്യുന്ന വലിയ ശീലമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിധവകളുടെ, പാവങ്ങളുടെ, മിസ്കീന്മാരുടെ, പ്രത്യേകിച്ച് യതീമക്കളുടെ, ഇവരുടെയൊക്കെ അവർക്ക് വേണ്ടത് അവരുടെ പിന്നാലെ നടന്ന് നൽകുന്നവരായിരുന്നു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കും. നാളെ എന്ത് എന്നുള്ള നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ചിന്തയില്ലാതെ ഉള്ളത് മുഴുവനും ദാനം നൽകുന്ന ഉദാരശീലനായിരുന്നു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതിനെക്കുറിച്ചാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. വലിയ ഔദാര്യശീലനാകുന്നു മുഹമ്മദ് നബി. അത് ഭൗതികത്തിലാവട്ടെ, ഈ ലോകത്തിലാവട്ടെ, നാളെ ആഖിറത്തിലാവട്ടെ. ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച വലിയ ഔദാര്യത്തെക്കുറിച്ച് പറയാൻ കാരണം, താൻ രോഗം ബാധിച്ചു. അങ്ങനെ രോഗം ബാധിച്ച് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലായിട്ട് വന്ന് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരം കൊണ്ട് തടവിയതിനാലാണല്ലോ ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ രോഗത്തിന് ശിഫയുണ്ടായത്. അതുകൊണ്ട് ഈ കാവ്യത്തിന് തന്നെയുള്ള പേര് ഖസീദത്തു ബുർഉദ്ദാ എന്ന് ഈ കവിതയ്ക്ക് പേര് വരാൻ തന്നെ കാരണം അതാണല്ലോ. അത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലിയ ഔദാര്യത്തിനുള്ള ഉദാഹരണമാണല്ലോ. അപ്പോൾ ഐഹികവും പാരിത്രികവുമായ എല്ലാ നേട്ടങ്ങൾക്കും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരണമാണ് എന്നതാണ് വിശ്വാസികളുടെ പ്രതീക്ഷ. ഈ പ്രതീക്ഷയാകുന്നു എനിക്കുള്ളത് എന്നാണ് ഇമാം ബുസ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡിന് ഇവിടെ അവസാനം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.